Hello everyone, welcome back to another video of LITSURE Academy. അടുത്ത ജൂലൈയിൽ നടക്കാൻ വേണ്ടി പോകുന്ന സെറ്റ് എക്സാമിന് വേണ്ടി എങ്ങനെയൊക്കെ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് പഠിച്ച് തുടങ്ങാം എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് LITSURE അക്കാദമിയുടെ അടുത്ത ജൂലൈയിലേക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഒന്നിലേറെ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ലഭ്യമാണ്. വീഡിയോയിലേക്ക് വരാം. ഇത് LITSURE അക്കാദമിയിൽ ജോയിൻ ചെയ്തവരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെയോ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. ആ കാര്യമാണ് ആദ്യം അറിയിക്കാനുള്ളത്. സെൽഫ് സ്റ്റഡി നടത്തി സെറ്റ് എക്സാമിനെ അഭിമുഖീകരിക്കാൻ ഉദ്ദേശിക്കുന്നവരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാ തരത്തിലും ഒരു അക്കാഡമിയുടെ സഹായത്തോടെയും അല്ലാതെയുമൊക്കെ പഠിക്കുന്നവർക്ക് മുതൽക്കൂട്ടാവുന്ന ചില കാര്യങ്ങളാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. സെറ്റ് എക്സാം അല്ലെങ്കിൽ നെറ്റ് എക്സാം പോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസ് വരുമ്പോൾ പലരും മറന്നുപോകുന്ന കാര്യമാണ് ആദ്യം സൂചിപ്പിക്കേണ്ടത്. ഒരു ഏകദേശ ധാരണ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരായതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനാണ് സെറ്റ് എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് സിലബസ് എന്നാണ് എല്ലാവരും വിചാരിക്കുക. ഇപ്പോൾ ലിറ്ററേച്ചറാണല്ലോ എവിടുന്ന് വേണമെങ്കിലും വരാം. ഇപ്പോൾ ലിറ്ററേച്ചർ കണ്ടമാനം അവിടുന്ന് ഇവിടുന്നൊക്കെ എഴുതി കുറിച്ച് വെച്ച് പഠിക്കുക എന്നുള്ളതാണ് പലരും ചെയ്യുക. പക്ഷേ ആ ഒരു പ്രവണത തെറ്റാണ്. അതാണ് ആദ്യം പറയാനുള്ളത്. മറിച്ച് എന്താണ് സിലബസ് എന്നതിനെപ്പറ്റി കൃത്യമായിട്ടൊരു ധാരണ നിങ്ങൾക്കുണ്ടാവണം. അതിന് LBSൻ്റെ വെബ്സൈറ്റിൽ സിലബസ് അവൈലബിൾ ആണ്. ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ സിലബസ് എപ്പോഴും ഞങ്ങളിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. കാരണം എപ്പോഴും പ്രത്യേകിച്ച് LITSUREൻ്റെ കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവരോടും ഞങ്ങൾ ആദ്യം പറയുന്നത് ഈ സിലബസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിലബസ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ LBSൻ്റെ വെബ്സൈറ്റിൽ സിലബസ് അവൈലബിൾ ആണ്. സിലബസ് കയ്യിൽ വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. സിലബസ് കയ്യിൽ വെച്ച് സിലബസ് വായിക്കുക, ഓരോ മൊഡ്യൂളും ഓരോ യൂണിറ്റും വായിക്കുക, അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കുക. ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് സിലബസ്, അതുകൊണ്ട് സിലബസ് കൂടുതലൊന്നും നോക്കാനില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പഠിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധമായിരിക്കും അത്. രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് ഈ സിലബസ് അനുസരിച്ച് വേണ്ട മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ സിലബസിലെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുറപ്പ് വരുത്തുക. അപ്പോൾ ആ മെറ്റീരിയൽ ഉണ്ടാവുന്നതിന് വേണ്ടി നിങ്ങൾ സ്വന്തമായിട്ടൊരു നോട്ട്ബുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഒരു നോട്ട്ബുക്ക് എടുക്കുക, അതിൽ നിങ്ങൾ സ്വയം നോട്ട്സ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ സഹായം തേടാം. ഇൻ്റർനെറ്റിൽ ഒരുവിധം വിവരങ്ങളൊക്കെ ലഭ്യമാണ്. ഇനി അതല്ലാതെ ഗൈഡ്സ് വാങ്ങാൻ കിട്ടും, അങ്ങനെ ഉപയോഗപ്പെടുത്താം. നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴിയോ നിങ്ങളുടെ ടീച്ചേഴ്സ് വഴിയോ ഒക്കെ നിങ്ങൾക്ക് ഓരോ സിലബസിലെ ഓരോ ഭാഗങ്ങളെ പറ്റിയുള്ള സംശയങ്ങൾ ചോദിക്കാം. കിട്ടുന്ന വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് കുറിച്ച് വയ്ക്കാവുന്നതാണ്. അങ്ങനെ ഒരു നോട്ട് കയ്യിലുണ്ടാവണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒരു അക്കാഡമിയിൽ ജോയിൻ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആ വെല്ലുവിളി കുറവാണ്. കാര്യം അവരെ സംബന്ധിച്ച് പല രൂപത്തിലുള്ള കണ്ടൻറ്റ് ഈ മെറ്റീരിയൽസൊക്കെയും അവരിലേക്ക് എത്തും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ LITSURE അക്കാദമിയുടെ ഭാഗമായിട്ടുള്ളവർക്ക് സിലബസ് കവർ ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകളും PDF മെറ്റീരിയൽസും അതുകൂടാതെ MCQ ബാങ്കും ലഭ്യമാണ്. അപ്പോൾ അതിൽ PDF വന്നു, വീഡിയോ ക്ലാസ് വന്നു, എക്സ്പ്ലനേഷൻസ് വന്നു, MCQ മൾട്ടിപ്പിൾ ചോയ്സ് പ്രാക്ടീസ് അടക്കം വന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗുണം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഏതൊരു അക്കാഡമിയിലും ജോയിൻ ചെയ്താൽ, ഇപ്പോൾ ഞങ്ങൾ തരുന്ന എല്ലാ മെറ്റീരിയൽസും എല്ലാ അക്കാഡമിയിലും ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഒരുപക്ഷെ ഞങ്ങളെക്കാൾ ഉണ്ടാവാം, ഞങ്ങളെക്കാൾ കുറവ് മെറ്റീരിയൽസ് ആയിരിക്കാം. അതെങ്ങനെയായാലും ഒരു അക്കാഡമി ആകുമ്പോൾ അവർ സിലബസിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ സെൽഫ് സ്റ്റഡി നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ മെറ്റീരിയൽസ് ആക്കണം. ആ ഒരു എഫേർട്ട് അവർ എക്സ്ട്രാ കയ്യിൽ നിന്ന് ചെയ്യേണ്ടതുണ്ട്. അപ്പം അങ്ങനൊരു നോട്ട് നിങ്ങളാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ടൈം ടേബിൾ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 4-5 മാസം ഇനി അടുത്ത എക്സാമിനുണ്ടെങ്കിൽ ആ ഒരു കാലയളവ് മുൻനിർത്തിക്കൊണ്ട് ഏറ്റവും അവസാനത്തെ മാസം റിവിഷന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ഒരു ടൈം ടേബിൾ തയ്യാറാക്കുക. അപ്പോൾ ആ ടൈം ടേബിളിൽ, കാരണം ഇപ്പോൾ നിങ്ങൾക്ക് സിലബസ് അറിയാം, സിലബസ് അനുസരിച്ചുള്ള മെറ്റീരിയൽസ് നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് ഒരു ടൈം ടേബിൾ വെച്ച് പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ കൂടുതൽ അറിയേണ്ടുന്ന, കൂടുതൽ പഠിക്കേണ്ടുന്ന മൊഡ്യൂളുകൾ, യൂണിറ്റുകൾ അതിന് എക്സ്ട്രാ സമയം മാറ്റിവെക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന മെറ്റീരിയലിന് സമയം കുറച്ച് വെച്ചാൽ മതി.
അപ്പോൾ ഇങ്ങനെ ഒരു കൃത്യമായ മെറ്റീരിയൽ ഒരു ടൈം ടേബിൾ തയ്യാറാക്കിയാൽ മാത്രം പോരാ, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുകയും വേണം. നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് ടൈം ടേബിൾ തയ്യാറാക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള അവസാനത്തെ മാസമാണ്. അതായത് എക്സാം നടക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു മാസം, ആ ഒരു ടൈം മുഴുവൻ നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ടാണ് മാറ്റിവെക്കേണ്ടത്. ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലെല്ലാം നിങ്ങൾ ഓർക്കണമെന്നില്ല, പലതും മറന്നുപോയിട്ടുണ്ടാവും. ഒരുപക്ഷെ അത് ഒന്നുകൂടി വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ഒരിക്കലും മറക്കാത്ത രീതിയിൽ നിങ്ങൾ ഓർമ്മിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവസാനത്തെ മാസം മുഴുവൻ നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റിവെക്കുക. വായിച്ചതൊക്കെ വീണ്ടും വായിക്കാനും MCQs ഒക്കെ കയ്യിലുണ്ടെങ്കിൽ വീണ്ടും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ. ഇപ്പം ഞങ്ങളൊക്കെ ഞങ്ങളുടെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്നതാണ് കാര്യം, അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള MCQ ബാങ്ക് ഒരുപാട് MCQs അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ ഓഫർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ഈ അവസാന മാസങ്ങളിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും അനലൈസ് ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ ക്ലാസ്സുകൾ കാണുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ മനസ്സിലാകും. അതോടൊപ്പം നിങ്ങൾ പഠിച്ചതുമായിട്ട് കണക്ട് ചെയ്തിട്ട് പല കാര്യങ്ങളും ഓർമ്മയിലേക്ക് കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റിവിഷൻ കൂടി കൃത്യമായി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ എക്സാമിന് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായി സിലബസ് കയ്യിൽ വെച്ച് വായിച്ച് മനസ്സിലാക്കുന്നത് തുടങ്ങി റിവിഷനിലൂടെ ഏറ്റവും നല്ല രീതിയിൽ എക്സാമിന് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രോപ്പറായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി പലർക്കും ധാരണയില്ല, അല്ലെങ്കിൽ ചിലരൊക്കെയും എക്സാമിനോടുള്ള ഒരു പേടി കൊണ്ടോ, അല്ലെങ്കിൽ ചിലരത് വളരെയേറെ നിസ്സാരമായിട്ട് എടുക്കുന്നത് കൊണ്ടോ സിലബസ് പോലും നോക്കാതെയാണ് പലരും എക്സാമിന് അപ്പിയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം റിവിഷൻ്റെ പ്രാധാന്യം എന്താണെന്നറിയാതെ, അല്ലെങ്കിൽ സിലബസിൻ്റെ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് വെക്കേണ്ടതിൻ്റെ പലരൊക്കെ അവസാനത്തെ സമയങ്ങളിലാണ് നമ്മളോടൊക്കെ ചോദിക്കുക, സാർ ഇന്ന തിയറി എന്താണ്, അല്ലെങ്കിൽ ഇന്ന റൈറ്റർ ഇന്ന ടെക്സ്റ്റിനെ പറ്റിയിട്ടുള്ള മെറ്റീരിയൽസ് വല്ലതും തരുമോ എന്ന രീതിയിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ അവസാനത്തേക്ക് വെക്കേണ്ട കാര്യമല്ല, മറിച്ച് തുടക്കത്തിൽ തന്നെ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് നന്നായിട്ട് പഠിക്കുക. ഇപ്പം തന്നെ വർക്ക് ചെയ്ത് തുടങ്ങിയ ഒരുപാട് ഏറെ സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സഹായം ഏത് രീതിയിൽ ആവശ്യമുണ്ടെങ്കിലും, ഇപ്പോൾ നിങ്ങൾക്ക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ്, മറ്റ് സംശയങ്ങളൊക്കെ ധൈര്യമായിട്ട് ചോദിക്കുക. ഞങ്ങളുടെ കോച്ചിങ്ങിൻ്റെ ഭാഗമാവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന PDF മെറ്റീരിയൽസ്, വീഡിയോ ക്ലാസ്സുകൾ, MCQ ബാങ്ക്, ഓരോ യൂണിറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള മോക്ക് എക്സാമുകളും മോഡൽ എക്സാം അടക്കം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 10 വർഷത്തിലേറെ വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് ക്ലാസ്സുകൾ അടക്കം പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ് ലിറ്റ്ഷുർ അക്കാദമി ഓഫർ ചെയ്യുന്നത്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആശങ്കകളും സന്ദേശങ്ങളും ഒക്കെ പങ്കുവെക്കുന്നതിനു വേണ്ടി കമൻറ്റ് ബോക്സ് ഉപയോഗപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.